കമൽ സർ, മലയാള സിനിമയിൽ താങ്കൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം എന്താണ്? ഒരു ചേഞ്ച്. മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം പുതിയ രീതിയിലുള്ള സിനിമകൾ ഉണ്ടാകുന്നുണ്ട്, പുതിയ കഥകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാറ്റം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ മാറ്റം ഉണ്ടാകുക എന്നുള്ളതിനാണ് മാറ്റം വേണ്ടത്. കാൾ മാർക്സ് പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ടാണ് ഞാൻ പറയുന്നത്. മാറ്റമില്ലാത്ത ഒന്നേ ഉള്ളൂ മാറ്റം എന്ന് പറയും. ഇവിടെ നേരെ തിരിച്ചാണ്, സിനിമയിൽ മാറ്റമാണ് ആവശ്യം. കാരണം നമ്മൾ സ്ഥിരം കഥകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, സ്ഥിരം പാറ്റേണിലുള്ള പ്രസൻറ്റേഷൻ സിനിമ. അത് മാറിയിട്ട് പുതിയ തരം കഥകളും, എന്നുവെച്ചാൽ 80കളിലൊക്കെ മലയാള സിനിമയുടെ ഒരു കഥാപരമായിട്ടുള്ളൊരു വളർച്ച ഉണ്ടായിരുന്നു സിനിമയ്ക്ക്. അത് ഇടക്കാലത്ത് നഷ്ടപ്പെട്ടിരുന്നു. അത് തിരിച്ചു വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജയറാം സർ, മലയാളം ഇൻഡസ്ട്രിയിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ? ഇഷ്ടമില്ലാത്ത പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇഷ്ടമില്ലാത്തതെന്ന് ഉദ്ദേശിച്ചത് സിനിമയിലാണോ അല്ല ഷൂട്ടിംഗ് സമയത്താണോ? ഫിലിം ഇൻഡസ്ട്രീനെ കുറിച്ച് ഇൻ ജനറൽ ഞാൻ ആലോചിച്ച അടുത്തൊരു ഇന്റർവ്യൂവിൽ പറയാം. ഇനി എനിക്കിത് പെട്ടെന്ന് കിട്ടുന്നില്ല. കാരണം അത് ടോട്ടലി സിനിമയുടെ എല്ലാ ഭാഗങ്ങളും വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. രാവിലെ ഷൂട്ടിംഗ് ഇറങ്ങുന്ന തൊട്ട് തിരിച്ച് രാത്രി പോകുന്നത് വരെ. വേണമെങ്കിൽ ചോദിച്ചാൽ പറയാം, ഇഷ്ടമില്ലാത്തൊരു കാര്യം ഉണ്ടായിരുന്നു ഈ രാത്രി ഉറക്കമൊഴിച്ച് ഷൂട്ട് ചെയ്യുന്നത്. കാരണം സിനിമ ഞാനൊക്കെ വന്ന കാലത്ത് 15 ദിവസമാണ് ടോട്ടൽ പിക്ചർ ഷൂട്ട് ചെയ്തിരുന്നത്. ഒരു ഹീറോയുടെ ഡേറ്റ് 15 ദിവസമായിരുന്നു. ഇപ്പോൾ 40, 45, 50 ദിവസം വരെയായി. ആ 15 ദിവസം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നൈറ്റ് മുഴുവൻ എത്രയോ രാത്രികൾ. ഇപ്പോൾ ഇത് പേടിയാണ് ആലോചിച്ചത്. 9 മണിയാകുമ്പോഴത്തേക്കും ഒന്നും എങ്ങനെയെങ്കിലും. കമൽ സർ, ഇഫ് യു ഹാഡ് ടു ചൂസ് ബിറ്റ്വീൻ സ്റ്റാർ കാസ്റ്റ് ആൻഡ് സ്ക്രിപ്റ്റ്, ഏതാണ് ചൂസ് ചെയ്യുക? ഏതെങ്കിലും ഒന്നേ ചൂസ് ചെയ്യാൻ? ഡെഫിനറ്റായിട്ട് സ്ക്രിപ്റ്റ്, യാതൊരു സംശയമില്ല. കാരണം സ്ക്രിപ്റ്റ് ഇല്ലാണ്ട് എത്ര സ്റ്റാർസ് അഭിനയിച്ചിട്ടും കാര്യമില്ലല്ലോ. അത് നമ്മുടെ മലയാള സിനിമ തന്നെ ഒരുപാട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. നമുക്ക് നല്ല സ്ക്രിപ്റ്റിൽ നല്ല ആക്ടേഴ്സ് ആക്ട് ചെയ്യുമ്പോഴാണ് ആക്ടേഴ്സ് സ്റ്റാർ ആവുന്നതും സിനിമ സക്സസ് ആവുന്നതും. അതല്ലേ കാര്യമുള്ളൂ. അപ്പോൾ അതാണ് പ്രൈമറി ആയിട്ട് വേണ്ടത്, സ്ക്രിപ്റ്റാണ്. ജയറാം ഭട്ടിൻ്റെ ഓണക്കാലത്തെ വിശേഷം? ഓണം എന്നും നല്ല ഓർമ്മകളാണ് തന്നിട്ടുള്ളത്. എൻ്റെയൊക്കെ പ്രായത്തിലുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് നല്ല ഓർമ്മകൾ ഓണത്തെക്കുറിച്ചുണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികളെ പോലെ ഓണം ആഘോഷിക്കാൻ പറ്റാത്തൊരവസ്ഥയല്ലല്ലോ. ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന, അല്ലെങ്കിൽ ഒരു പൂടാൻ പോലും മുറ്റമില്ലാതെ, അതല്ലല്ലോ. നമ്മളെല്ലാം ഒരു ഇടത്തരം ഗ്രാമപ്രദേശങ്ങളിൽ ജനിച്ചു വളർന്ന ആളായതുകൊണ്ട് എന്നും ഓണത്തെക്കുറിച്ചുള്ള പഴയ നല്ല ഓർമ്മകളുണ്ട്. ഇപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട് മദ്രാസിൽ താമസിക്കുകയാണെങ്കിലും ഇതിലൊന്നും ഒരു കുറവും വരുത്താറില്ല. പൂക്കളം ഒരുക്കാറുണ്ട് 10 ദിവസം. പൂടൽ മത്സരത്തിന് ഞങ്ങൾക്കൊരു സമ്മാനം പോലും കിട്ടി 2 വർഷം മുമ്പ്. കുട്ടികൾ ഇതിൽ നിന്നൊന്നും മാറിപ്പോവാതെ കേരളത്തിൻ്റെതായിട്ടുള്ള എല്ലാ ഫെസ്റ്റിവൽസും വീട്ടിൽ ആഘോഷിക്കാറുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒന്നും മിസ് ചെയ്ത് പോയിട്ടില്ല ജീവിതത്തിൽ. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഏറ്റവും മെമ്മറബിൾ ആയ ഒരു ഓണം ഓർത്തെടുക്കാൻ പറ്റും? എനിക്ക് തോന്നുന്നത് പെരുമഴക്കാലം എന്ന് പറയുന്ന സിനിമ ഓണക്കാലത്തായിരുന്നു. അത് എന്താ പറയുക, നമ്മൾ ആ സിനിമ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തുകൊണ്ട് ഓണം വന്നപ്പോൾ എല്ലാവരും ഇതേപോലെ കാവ്യ, മീര, അതിലഭിനയിച്ചിട്ടുള്ള എല്ലാവരുമായിട്ട് ചേർന്നിട്ട് ഒരു ഓണം, അങ്ങനെ എനിക്ക് തോന്നുന്നത് ഞാനൊരു 10ഓളം സിനിമകൾ ഓണക്കാലത്താണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ സിനിമയും ഓണത്തിനായിരിക്കും ഞങ്ങളിവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ പല സിനിമകളും ഓണ സമയത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചമ്പക്കുളം വെച്ചാൽ അങ്ങനെ കുറേ സിനിമകൾ എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ അതൊക്കെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും കൂടി ചേർന്നൊരു ഓണം ആഘോഷിക്കുക, ആർട്ടിസ്റ്റായിട്ടും ടെക്നീഷ്യൻസായിട്ടും. അത് വലിയ സന്തോഷമാണ്. മലയാളം സിനിമയുടെ ഫ്യൂച്ചർ കമേഴ്ഷ്യൽ സിനിമയിലാണോ പാരലൽ സിനിമയിലാണോ എന്നാണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് അത് ഒരു ഡയറക്ടറോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ സാറിന് ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതടിസ്ഥാനത്തിലാണ് ഫ്യൂച്ചർ എന്നുള്ളതുണ്ട്. കാരണം സിനിമ എപ്പോഴും പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കച്ചവട സിനിമകൾ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നു. അതൊരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ നമ്മുടെ സിനിമയെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്താനായിട്ട് ആവശ്യമാണ്. പക്ഷേ കച്ചവട സിനിമകൾ മാത്രം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയുടെ ഒരു പാരമ്പര്യം, സിനിമ കല എന്നുള്ള രീതിയിൽ അംഗീകരിക്കപ്പെടണമെങ്കിൽ അതിന് നല്ല സിനിമകൾ ഉണ്ടാവണം. എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ ഇത് രണ്ടും കൂടി വളരെ മനോഹരമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള സിനിമകളെ അംഗീകരിച്ച ഒരു പ്രേക്ഷക സമൂഹം ഉണ്ടായിരുന്നു. അത് തിരിച്ചു വരണമെന്നാണ് എനിക്ക് തോന്നുന്നത്.